നടിയെ ആക്രമിച്ച കേസ് 8 വർഷം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടത്തിന് നാളെ അന്തിമ വിധിയാവുകയാണ്. ഇതിനിടയിൽ ഒറ്റപ്പെടുത്തലുകൾ ഏറെ, സമൂഹത്തിന്റെ മറ്റു കുറ്റപ്പെടുത്തലുകൾ ഏറെ. കൂടെ നിൽക്കുമെന്ന് കരുതിയവർ അവസരവാദ നയങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ നടിയോടൊപ്പം നിന്ന ഒരാൾ നമ്മളോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് ടി ബി മിനി നടിയുടെ അഭിഭാഷകയാണ്. മാത്രമല്ല, അവർ തളർന്നു പോകുന്ന ഓരോ ഘട്ടങ്ങളിലും അവർക്കൊപ്പം നിന്ന അനുഭവ പരിജ്ഞാനവും ടി ബി മിനിക്കുണ്ട്. നമുക്ക് എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഏകദേശ ധാരണ അഡ്വക്കേറ്റിനുണ്ടാവും. നമുക്ക് അവരോട് തന്നെ കൂടുതൽ ചോദിക്കാം. നമസ്കാരം മാഡം. 10 പ്രതികൾക്കും എങ്ങനെയായിരിക്കും ശിക്ഷ ലഭിക്കുമായിരിക്കുമോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞങ്ങളൊരു പ്രോസിക്യൂഷന്റെ ഒരു ഇതനുസരിച്ച് ഞങ്ങൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അതില് ഞങ്ങൾ കൊടുത്ത എല്ലാ എവിഡൻസും അതേപോലെ തന്നെ കോടതി എടുക്കണം എന്നില്ല. കോടതികൾക്ക് കോടതികളുടെ വ്യൂ ഉണ്ടാവും. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തല്ലേ പറ്റൂ. പക്ഷെ ഞങ്ങൾ ഒരു കോൺസ്പിറസി മറ്റുള്ള കമ്മിറ്റൽ ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓൾറെഡി അവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്തതാണ് പ്രതികളെ. കോൺസ്പിറസി മാത്രമല്ലേ തർക്കത്തിലുള്ളൂ. കോൺസ്പിറസിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് എന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നതിന്റെ പരമാവധി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. കാരണം കോൺസ്പിറസിയിൽ ഡയറക്റ്റ് എവിഡൻസ് വളരെ അപൂർവമായിരിക്കും. സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് തന്നെ ധാരാളമാണ് അത്തരം 120B തെളിയിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ മാത്രമല്ല, ഞങ്ങൾ ആർഗ്യുമെന്റ് നോട്ട് പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുണ്ട്. തെളിവുകളെല്ലാം നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കോടതിനെ അസിസ്റ്റ് ചെയ്യാവുന്നതിന്റെ പരമാവധി നമ്മൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മൾക്കുള്ളത്. നമ്മൾക്ക് വിശ്വാസമുണ്ട് ഈ പ്രതികളെല്ലാവരും ഈ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കാതിരിക്കുന്നെങ്കിൽ അത് ജുഡീഷ്യറിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അത് ശിക്ഷിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ 8ാം പ്രതി പിന്നീട് 2ാം ഘട്ടത്തിലാണല്ലോ 8ാം പ്രതി വരുന്ന ഒരു സാഹചര്യവും 8ാം പ്രതി അറസ്റ്റിലേക്ക് പോകുമ്പോൾ അങ്ങനത്തെ ഒരാളെ, ദിലീപിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത്ര കൃത്യമായ ഒരു എവിഡൻസ് ഇല്ലാതെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല എന്നൊരു വിശ്വാസം കേരളീയ സമൂഹത്തിനുണ്ടല്ലോ. എന്തായാലും മാഡം പറഞ്ഞതുപോലെ തന്നെ കോൺസ്പിറസി എന്നൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴും അങ്ങനെ ഒരു തെളിവുകൾ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കേസിൽ ഇതൊരിക്കലും പ്രോസിക്യൂഷനോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോ മാത്രം കണ്ടുപിടിച്ചൊരു കാര്യമല്ല. പ്രകൃതി ഇതിൽ പല തെളിവുകളും കൊണ്ടുകൊടുക്കുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു കേസ് ആണിത്. കാരണം ഇതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അത് നമ്മൾ ആരെങ്കിലും കൊടുക്കാനൊന്നും ചെയ്തിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഇത് ഞാൻ വെച്ചാൽ ഇതിന്റെ നമ്മൾ ചില ആളുകളുടെ ഫേസിൽ നോക്കിയാൽ അറിയാൻ പറ്റും. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ത്രൂ ഔട്ട് ഈ 8ാം പ്രതിയുടെ ഒരു ഫേസിൽ ഉണ്ടായിരിക്കുന്ന ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുടെ ഫേസിൽ വരുന്ന മാറ്റങ്ങൾ, ഫേസിൽ നമ്മൾ അയാൾ സംസാരിക്കുമ്പോൾ ആളുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അയാൾക്ക് മറച്ചു വയ്ക്കാനേ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും വീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീക്ഷിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, ആ തെളിവുകൾ കൃത്യമായി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കോൺഫിഡൻസിന്റെ ഇത് മാഡത്തിന്റെ മുഖത്തുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ട്, എന്റെ മനസ്സിലുള്ളത് മുഖത്ത് വരുന്ന ഒരാളാണ്. അല്ലാതെ നമ്മൾക്ക് ഒളിച്ചു വയ്ക്കാനില്ലാത്ത ഒരാളല്ലേ. അപ്പൊ ടെൻഷനാണെങ്കിലും അത് നമ്മുടെ മുഖത്ത് വരും. അപ്പൊ എനിക്കത് ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല. ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. അസമാനതകളില്ലാത്ത ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിന്റെ ഒരു അതിജീവനത്തിന്റെ ഒരു വഴി കൂടിയാണ്. അപ്പം ശരിക്കും അതിനൊപ്പം നിന്നൊരാളാണ് മാഡം. അതറിയാം, എനിക്ക് കേരളീയ സമൂഹത്തിന് മുഴുവൻ അതറിയാം. കാരണം അവർക്ക് തളർന്നു പോകുന്ന ഘട്ടത്തിലൊപ്പം വേണ്ട പിന്തുണയൊക്കെ നൽകിയിരുന്ന ഒരാളാണ്. കൂടെ നിന്നിരുന്ന ഇത്രയും കാലയളവ് കൂടെ നിന്നിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അവരനുഭവിച്ചിട്ടുള്ള ഒരു ദുരവസ്ഥ എത്രത്തോളം തീവ്രമായിരുന്നു? അയ്യോ, അത് പറഞ്ഞ നമ്മള് കേരളീയ സമൂഹം ഇപ്പൊ കരയും. കാരണം എന്താ വെച്ചാല് കേരളീയ സമൂഹം ഉണ്ടല്ലോ, കേരളീയ സമൂഹം നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ നിന്നും വിവിധ രാജ്യങ്ങളിലും ഒക്കെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ പോയി ജീവിക്കുന്ന മനുഷ്യർ ഇപ്പൊ ഇത് കാണുന്നുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കരയും. കാരണം ഞാൻ കാണുമ്പോഴെല്ലാം ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവൾ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇടയിലൊരു ചിരിയൊക്കെ വരുമെങ്കിലും ഈ സംഭവം ഓർക്കുമ്പോൾ ഭയങ്കരമായി വിങ്ങി ഇങ്ങനെ കരയുന്ന ഒരു ഇതാണ്. ഏത് സന്ദർഭത്തിലും
അതിപ്പോ നിങ്ങളിപ്പോ നാളെ വിധി വരുമ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കാനായിട്ട് കിട്ടാത്തതിന്റെ ഒരു കാരണം അതാണ്. അവർക്കത് കാരണം നമ്മൾ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ അവരോട് സംസാരിക്കുമ്പോൾ അവർ ഓർത്തെടുക്കുന്നത് എന്തായിരിക്കും, സംഭവമായിരിക്കും അല്ലെ. അപ്പൊ അവർക്കത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, താല്പര്യമില്ലാത്ത ഒരു സംഭവമാണ്. അത്രയും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം സംഭവിക്കണം. അത് ഒറ്റയ്ക്ക് പെട്ടുപോവാണ് ഈ ആളുകളുടെ ഇടയിൽ. അത് ഒരു നമ്മൾ ആർക്കും വരരുത്. ലോകത്തിൽ തന്നെ ആദ്യമായിരിക്കും വരില്ല കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്യണം. കൊട്ടേഷൻ കൊണ്ട് കൊല ചെയ്യാന്ന് പറയുന്നത് ഓക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് നമ്മൾ അസാധാരണമായിട്ടുള്ള ഒരു കാര്യമായി പോയി. സിനിമാ മേഖലയിൽ ഇതുണ്ട് എന്ന് പൾസർ സുനി തന്നെ ഇന്റർവ്യൂവിൽ പറയാണ്. പല ആളുകളും വേണ്ടിയിട്ട് അയാൾ ചെയ്തിട്ടുണ്ട്, ദിലീപിന് വേണ്ടിയിട്ട് തന്നെ പലപ്പോഴും ചെയ്തിട്ടുണ്ടെന്നൊക്കെ അയാൾ പറയും. നമ്മളെ സംബന്ധിച്ചത് നമ്മൾ കേരളത്തിന്റെ ഒരു സംസ്കാരത്തിന് നമ്മൾക്ക് അത് ചേർന്നൊരു പരിപാടിയില്ല. നമ്മൾ എന്ത് ത്യാഗം സഹിച്ചും അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുക ചെയ്യണം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പൊ ഈ നാളത്തെ ഇത് കോടതി കോമ്പൗണ്ടിലെല്ലാം ജനങ്ങൾ നിറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. പറഞ്ഞ പോലെ ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഇങ്ങനെ കുറച്ച് പ്രതീക്ഷയോടെ ആശങ്കയോടെയും കാത്തിരിക്കുന്ന ഒരു വിധിയാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ഈ അനുകൂലികൾ, അതായത് ദിലീപ് അനുകൂലികൾ, ആരാധകർ, അങ്ങനത്തെ കുറെ ആളുകളുടെ ഭയങ്കരമായ ഒരു ബ്ലെയിം ഈ സ്ത്രീ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോട്ടെ. എന്നിരുന്നാലും ഒറ്റപ്പെട്ടു പോയതിൽ നിന്നുണ്ടായ ഒരു ധൈര്യമായിരിക്കും അവരെ ഇത്രയധികം ബോൾഡാക്കി ഇതിലേക്ക്. അതെ 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 തീർച്ചയായിട്ടും. കാരണം ശരിക്കും ഒറ്റപ്പെട്ടത് 5 വർഷം തീർത്തും ഒറ്റപ്പെട്ട് അതിന്റെ ട്രോമയിലൂടെ പോയി അതിജീവിതയായിട്ട് അവർ പ്രഖ്യാപിച്ച് അവര് പിന്നെ ഞാനൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തപ്പോ ഞങ്ങള് പരിപൂർണമായി കുട്ടീനെ, എന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കുട്ടികളെ പൊതുസമൂഹത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ച സംഘടന പോലും ഈ ദിലീപാണ് കേസിലെ പ്രതി എന്തുകൊണ്ടാണ് AMMയുടെ ലീഡർഷിപ്പിനോട് സംസാരിക്കാത്ത? നിങ്ങൾ ഇന്നലെ രാവിലെ മുതൽ ഈ എന്നെ ചുറ്റിപ്പറ്റി നടക്കണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? AMMയുടെ ഇപ്പൊ പുതിയ ലീഡർഷിപ്പ് അല്ലേ, വനിതകളല്ലേ, അവരോട് ചോദിക്കണം അവരുടെ നിലപാട് എന്താണെന്ന്. എന്താ ചോദിച്ചോ നിങ്ങൾ ആരെങ്കിലും? എന്താ ചോദിക്കാത്തെ? അവരല്ലേ ഇതിനൊരു ഉത്തരം പറയേണ്ടത്. അവരുടെ സംഘടനയിൽപ്പെട്ടൊരു കുട്ടി, ഞങ്ങളെപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണ്, നമ്മളെപ്പോഴും വിക്ടിമിന്റെ ഒപ്പം എന്നല്ല അവർ വർത്താനം പറയണത്. ഒരു വാക്ക് അവർക്ക് പറയാൻ പറ്റും? അവര് 2 പേരുണ്ടല്ലോ, സെക്രട്ടറിയും പ്രസിഡന്റും, അവര് പറയട്ടെ. വനിതകളല്ലേ. ഈ ഇഷ്യൂന്റെ പേരിൽ മാത്രമാണ് അവർ ആ സ്ഥാനത്തേക്ക് വന്നത്, അല്ലെങ്കിൽ അവർ വരില്ല ഒരിക്കലും. WCC വന്നു, 2 വനിതകൾ സ്ഥാനത്തേക്ക് വരട്ടെ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വേറെ രീതിയിൽ വരുന്നുള്ളതുകൊണ്ട് സ്ത്രീകൾ വരട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ ചെയ്തത്. ആ സ്ത്രീകൾ പറയട്ടെ അവർ യഥാർത്ഥത്തിൽ ദിലീപിന്റെ ബിനാമികളാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ വിധിക്ക് വേണ്ടിയിട്ട് കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒറ്റപ്പെട്ട ജീവനുണ്ടാവുമെന്നറിയില്ല വിധി വന്നു കഴിയുമ്പോൾ. നിങ്ങൾ എന്റെ ശരിക്കുള്ള നല്ല ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോയിക്കോട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോ എന്റെ ഒരു ഫോട്ടോ ചിലപ്പോ നിങ്ങൾക്ക് വാർത്ത ചെയ്യേണ്ടി വന്നാലോ. അങ്ങനെ പറഞ്ഞിരുന്നു ഒരു ചേർത്ത് ചോദിക്കുവാണ്. കാരണം വെച്ചാൽ ഇതിന്റെ ഘട്ടത്തിലൊക്കെ ഇത്തരം ഭീഷണികളും ഇതൊക്കെ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധാരണമായ ഭീഷണികളാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ഭീഷണികളൊക്കെ ഞാൻ അങ്ങനെ കാര്യമായി എടുക്കുന്ന ആളല്ല. പക്ഷെ എങ്കിലും ഞാനും ഒരു മനുഷ്യനൊക്കെ അല്ലേ, നമുക്ക് ഫാമിലി ഉണ്ട്, അങ്ങനെയൊക്കെ ജീവിക്കുന്നവരല്ലേ. പിന്മാറാനുള്ള ഫോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്മാറില്ല ഞാൻ, അതെല്ലാവർക്കും അറിയണ കാര്യമാണ്. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയാൽ പിന്മാറാനുള്ള ഒരു പിന്മാറില്ല അല്ല, നമ്മളില്ലാണ്ടാക്കുകയല്ലേ. എന്നെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു ഭയങ്കര ശ്രമമുണ്ട്. ഞാൻ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇതിനൊന്നും കീഴ്പ്പെടുന്ന ഒരാളല്ലാന്ന് കുറെ നാളും കൊണ്ട് ഈ സൊസൈറ്റിയിൽ ഇപ്പൊ ഈ കേസുകളൊക്കെ ബാധിക്കുന്ന വക്കീലന്മാർക്കും ജഡ്ജിമാർക്കും ഇവർക്ക് തന്നെ എന്നെ അറിയാം. ഞാൻ അങ്ങനെ മാറുന്ന ഒരാളല്ല. അപ്പൊ എന്നെയും വിക്ടിമിനെയും തമ്മിൽ തല്ലിക്കാൻ എന്തോരം പരിപാടി നടത്തിയിരിക്കുന്നു അനാവശ്യമായ. അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെയൊക്കെ മാന്തി കൊണ്ടുപോയില്ലേ. ഞാനും ഒറ്റയ്ക്ക് തന്നെയല്ലേ. പിന്നെ ഇത് അവസാനം ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വേറൊരാള് പോലും ഇല്ലല്ലോ. ഇതിന് സംസാരിക്കാൻ തന്നെ ഒരാളുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ രാവിലെ മുതൽ ആഗ്രഹിക്കേണ്ട ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാറില്ല. അപ്പം ചേട്ടാ അങ്ങനെ ഉണ്ടായില്ല. കാരണം ഞാൻ ഈ ട്രയൽ തുടങ്ങുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞത് എനിക്ക് ട്രയലിൽ കയറാം. ഞാൻ ഹൈക്കോടതിയിൽ ഞാൻ കേസൊക്കെ കൊടുത്തു, മെമ്മറി കാർഡിന്റെ കേസായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതിലെനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ ട്രയലിൽ ത്രൂ ആയിട്ടിരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ പ്രൊഫഷൻ പോവും, എന്റെ ജോലി പോവും, എന്റെ ഉപജീവനമാർഗം പോവും, അങ്ങനെയുള്ള അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ആരെങ്കിലും ഈ വക്കാലത്ത് ഏൽപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഒരുപാട് ക്രിമിനൽ ലോയേഴ്സിനെ നമ്മൾ കോണ്ടാക്റ്റും ചെയ്തായിരുന്നു. ഒറ്റയാള് തയ്യാറായിട്ടില്ല. അവസാനം ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഇതാണ് കേരളം.
പ്രബുദ്ധ കേരളം എന്ന് പറയാം. പ്രോസിക്യൂട്ടേഴ്സ് ജഡ്ജിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തിലാണ് പോകുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നാളെ പറയാം. ശരി, ഓക്കെ. ഒരു സ്ത്രീ അവർക്കുണ്ടായ സമാനതകളില്ലാത്ത ദുരവസ്ഥയ്ക്ക് മേലുണ്ടായ പോരാട്ടത്തിന് നാളെ വിധിയാവുകയാണ്. കേരളമൊട്ടാകെ കാത്തു നിൽക്കുന്ന, ആശങ്കയോടെയും പ്രതീക്ഷയോടെയും കാത്തു നിൽക്കുന്ന വിധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് TB മിനിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, News 18 കൊച്ചി.